Hello everyone, welcome to today's Daily Insight. And today we are going to discuss about goal setting and achievement. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചും അച്ചീവ്മെന്റിനെ കുറിച്ചുമാണ്. ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോൾസ് ഉണ്ടല്ലോ പല തരത്തിലുണ്ട്. അതായത് ഒന്ന് പേഴ്സണൽ ആവാം, ഒന്ന് പ്രൊഫഷണൽ ആവാം, ഒന്ന് ലോങ് ടേം ആവാം, ഒന്ന് ഷോർട്ട് ടേം ആവാം. അതായത് കുറച്ച് കാലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് പലതരത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പറയും സ്മാർട്ട് ഗോൾസ് ആയിരിക്കും എന്നുള്ളത്. സ്മാർട്ട് ഗോൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഡയറക്റ്റ് മീനിങ് അല്ല, സ്മാർട്ട് ഗോളിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. അതായത് അതിൽ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക്. അതായത് നമ്മുടെ ഗോൾ കൃത്യമായിരിക്കണം. എന്താണ് നമ്മുടെ ഗോൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്കുണ്ടാവണം. ഇപ്പോൾ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ 100 ദിവസം കൊണ്ട് ഇംഗ്ലീഷിൽ 100 വേർഡ്സ് ഞാൻ പഠിച്ചെടുക്കും. അപ്പോൾ അതെന്താണ്, കൃത്യമാണ്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. ആ ക്ലാരിറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അതാണ്. സ്മാർട്ട് ഗോളിൽ എസ് അതാണ്. ദെൻ എം, നമ്മുടെ ഗോള് മെഷറബിൾ ആയിരിക്കണം. അതായത് അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് അളക്കാൻ പറ്റണം. അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് അളക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ ഈ 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇപ്പോൾ 50 ദിവസം ആകുമ്പോൾ 50 വേർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജാ? അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അളക്കാൻ പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെന്താ പറയാന്നറിയോ, അച്ചീവബിൾ. അഥവാ നമ്മുടെ സ്വപ്നങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് നിലവിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും സ്കില്ലുകളെയും മനസ്സിലാക്കി അതിനനുസരിച്ച് ഇനി ഭാവിയിൽ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഇതിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നതൊക്കെ കണ്ടുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാം. ദെൻ റെലവൻ്റ് ആയിരിക്കണം. റെലവൻ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. അത്തരം സ്വപ്നങ്ങൾ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ടാവണം. നമുക്ക് ഇമ്പോർട്ടൻസും നമുക്ക് പ്രയോറിറ്റിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെലവൻസ് ഉണ്ടാവണം. ഇനി സ്മാർട്ട് ഗോളിൽ ടി, അത് ടൈം ബൗണ്ടഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു 100 ദിവസം കൊണ്ട് 100 വേർഡ്സ്. അപ്പോൾ എന്താണ്, ടൈം ബൗണ്ടഡ് ആണ്. 100 ദിവസമാണ് അതിൻ്റെ ടൈം. അത്തരത്തിലാവണം. അതിപ്പോൾ ഇത്ര വർഷമോ എന്തോ ആവട്ടെ, പക്ഷെ അതിനൊരു ടൈം ഉണ്ടാവണം കറക്റ്റായിട്ടുള്ള. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഗോൾസിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്ലാൻ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മളുണ്ടല്ലോ ഈ ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യില്ലേ. ഒന്നാമത്തെ കാര്യം അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം, അതായത് ഗോൾ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിന്ന് ബാക്കിലേക്ക് ഇമാജിൻ ചെയ്യുക. എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടതെന്നുള്ളത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇമാജിൻ ചെയ്യുക. മീൻസ് ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ, പാസ്റ്റിലേക്കല്ല കറണ്ട് സിറ്റുവേഷനിലേക്ക് ഇമാജിൻ ചെയ്യുക. വിഷ്വലൈസേഷൻ. എന്നിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ലൊക്കേഷൻ മാപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ഒരു വഴി. പിന്നെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്യാം. ഒന്ന് മൈൻഡിനെ ഫ്രഷ് ആക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. പിന്നെ ഒരു ചെറിയ റൂളുണ്ട്. ഒരു റൂൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വിചാരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, മടി ഉണ്ടാവും അല്ലേ. മടി അതിനെ മാറ്റാൻ വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതായത് നമ്മൾ ബ്രെയിനിനെ കബളിപ്പിക്കുകയാണ്. അതായത് നല്ല കാര്യം നമുക്ക് തോന്നി, ഡോണ്ട് വെയിറ്റ് യുവർ ടൈം, ദെൻ ഡു ദാറ്റ്. ഡോണ്ട് വേസ്റ്റ് സെക്കൻഡ്സ് ഓൾസോ. സെക്കൻഡ്സ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അപ്പം തന്നെ ഒന്ന് ചിന്തിക്കാൻ സമയം കൊടുത്താൽ ബ്രെയിനോടെ കൺഫ്യൂസ് ആവും, ചിലപ്പോൾ മടി വന്നേക്കും. ബട്ട് ഡോണ്ട് വേസ്റ്റ് ടൈം. സെക്കൻഡ്സ് പോലും നമ്മൾ വെയിറ്റ് ചെയ്യാതെ ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇനിയും ഒരുപാട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.